കുഞ്ഞു മീനസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 6 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. സോ അധികമൊന്നും പറഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ എന്തായാലും ഉപകാരപ്പെടും. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ടെസിയ പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും, എങ്ങനെയെങ്കിലും ആ തീ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടായത്. ആ സമയത്ത് ലൂക്കസ് പറയുന്നുണ്ട്, ഇത് കുറച്ച് റൂഡല്ലേ, ഒരാൾ സംസാരിക്കാൻ നേരത്ത് അവരെ വേണ്ടേ നോക്കാനായിട്ട്. അല്ല, നീ എന്തിനാണ് ആ നായനെ പറ്റി ആലോചിച്ച് ഇപ്പോൾ വിഷമിക്കുന്നത്? ആദ്യം നിന്നെപ്പറ്റി ആലോചിച്ചാൽ പോരെ എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് ലൂക്കസിന്റെ കൈ തട്ടി നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ടെസിയ അവനെ ആക്രമിച്ചതാണ്. അവൾ പറഞ്ഞിട്ടുണ്ട്, മിണ്ടി പോകരുത് നായെ, നീ ചെയ്യുന്ന എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിക്കണം. ഓ, അപ്പോൾ നീ എന്നെ തോൽപ്പിക്കാനായിട്ട് പോകുമോ, അതോ നീ എന്നെ എതിർക്കാനായിട്ട് പോകുവാണോ? പക്ഷേ നിനക്ക് നിന്റെ കണ്ണു പോലും തുറക്കാൻ സാധിക്കുന്നില്ലല്ലോ ഈ ഒരു സാഹചര്യത്തിൽ. അവൻ പറഞ്ഞത് ശരിയാണ്, റീനിയയുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ബീസ്റ്റ് വില്ല് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ എൻ്റെ മാജിക് യൂസ് ചെയ്യുന്നത് അതും വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. പെട്ടെന്നാട്ടെ അവളെ പിടിച്ച് പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അത് നിനക്ക് എന്നെക്കെട്ട് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അടങ്ങി ഒരു സ്ഥലത്ത് നിൽക്കാൻ നോക്ക്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് നിൻ്റെ പത്തറ്റിക്കായുള്ള ആ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലേ, അവനെക്കെട്ട് നല്ലത് ഞാനാണെന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലായെന്ന് വരും. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ടെസി ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ അപ്പം എന്നെ കൊല്ലാത്തത് ഞാൻ നിൻ്റെ ടാർഗറ്റ് അല്ലാത്തത് കൊണ്ടാണ്. സോ ഇതെല്ലാം വെച്ചുകൊണ്ട് നിന്നെ ട്രാക്ക് ഡൗൺ ചെയ്തത് എല്ലാം ആർത്തറിന് വേണ്ടിയായിരുന്നല്ലേ. മിണ്ടാതിരിക്കടി നായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളെടുത്ത് അവൻ നേരെ താഴത്തേക്ക് എറിയുവാണ്. എന്നിട്ട് അവൾ പറയും ചെയ്യും, നീ എന്തുവാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നിൻ്റെ കോംപ്ലക്സ് അത് മറ്റൊരു ഹൈറ്റിലേക്ക് എത്തിയില്ലെന്ന് പറയാൻ നിർത്ത് ലൂക്കസ് അവളുടെ കരണം നോക്കി ഒരു വലിയൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നെ ചിലപ്പോൾ കൊല്ലത്തില്ലായിരിക്കും, പക്ഷേ നിനക്ക് മര്യാദക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണമെന്ന് പറഞ്ഞ നേരത്ത് പെട്ടെന്ന് ലൂക്കസിൻ്റെ കയ്യിൽ കയറി അവൾ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ ഇവിടുന്ന് നേരെ ചൊവ്വേ പോകുമെന്ന് നീ ആലോചിക്കണമെന്ന് പറഞ്ഞിടത്ത് അവൻ പറയുന്നുണ്ട്, മാറ്, നീ എന്തുവാണ് ചെയ്യുന്നത് പറയാനടുത്ത് ലൂക്കസിനെ അവൾ പൊക്കി നേരെ ബാക്കിലേക്ക് കൊണ്ടുവന്നുണ്ട്. ലൂക്കസിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് അവൻ്റെ കയ്യിലും കാലിലൊക്കെ അവൾ സ്റ്റാബും ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം, ഞാനൊരു ബെയ്റ്റായിട്ട് ഒരിക്കലും ഇവൻ ആർത്തന്നെ കിട്ടിക്കൂടെന്ന് പറഞ്ഞിടത്ത് പെട്ടെന്ന് ലൂക്കസ് കിടന്ന് കാർന്നിട്ടു, മതിയാക്ക്. പക്ഷെ ആ സെക്കൻഡ് തന്നെ അവളാട്ടെ തെറിച്ച് ബാക്കിലേക്ക് പോയിട്ടുമുണ്ട്. ഈ ടൈമിൽ പതുക്കെ നമ്മുടെ ലൂക്കസ് നടന്നിട്ട് പറയും ചെയ്യും, നീ ഇപ്പം ചെയ്യുന്ന മാജിക്ക് നിന്നെ തന്നെ കൊല്ലുവാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ മരിക്കാൻ പാടില്ല, നീ എൻ്റെ കൂടെ വായെന്ന് പറഞ്ഞിട്ട് അവളുടെ മുടിയെ കയറി പിടിച്ചിട്ട് അവളെ വലിച്ചഴിച്ചുകൊണ്ട് അവൻ നേരെ ആ ഒരു ബാരിയറിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഈ സമയത്ത് അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ബോഡി അനക്കാൻ സാധിക്കുന്നില്ല, ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ബോധം അവിടെ പോകുവാണ്. ഈ സമയത്ത് നമ്മുടെ എജിയായിട്ട് അവിടെയുള്ള കുറേ മോൺസ്റ്റേഴ്സിനൊക്കെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷെ അവൻ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ആ മോൺസ്റ്റേഴ്സ് എല്ലാവരും കൂടെ അവനെ ഇടിച്ച് കൊല്ലാൻ നോക്കുകയും എജിക്ക് ദേഷ്യം വന്നുകൊണ്ട് അതിനെല്ലാത്തിനെ കൊല്ലുന്നുണ്ട്. ഈ സമയത്ത് അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ പറയുന്നത് കേൾക്കുന്നത്, മനുഷ്യക്കുട്ടികളെല്ലാവരും തൻ്റെ 2 കൈകളും പൊക്കി ഉയർത്തിയാൽ മാത്രം മതി, മാനബീസ്റ്റുകൾ ആരും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇനി എൽസിനോടോ ഡ്രോപ്സിനോടോ ആണെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ എങ്ങനെ പോലും നിങ്ങളുടെ മാനോകോർ ഡിസ്ട്രോയ് ചെയ്യുന്നതായിരിക്കും, അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുന്നതായിരിക്കും. അവിടുന്ന് എജി പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സും ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട്. ഡാക്ടർ ഗുഡ്സ്കൈ ഇതെല്ലാം എന്തിനാണ് ആലോചിക്കുന്നത്? പെട്ടെന്നാണ് അവൻ മറ്റൊരു കാഴ്ച കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറാട്ടെ അവിടെ ഇരുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കുവാണ്. ഇത് കണ്ട ഏച്ചിക്ക് ദേഷ്യം വരെ പെട്ടെന്ന് അവനോടേക്ക് ചാടിട്ട് പറയും വിടറ നായ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു പ്രൊഫസറിന്റെ മാജിക്ക് അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു. അവൻ്റെ എല്ലാ അറ്റാക്സും ബ്ലോക്ക് ചെയ്യും. പെട്ടെന്നായിരുന്നു പുറകിൽ നിന്ന് എന്തോന്ന് വരുന്നത്. ആ സമയത്ത് തന്നെ ആ പ്രൊഫസർ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ പുറകിലേക്ക് മാറുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് കർട്ടസും ഗ്രൗഡറും അവിടേക്ക് വന്ന് അവൻ അങ്ങോട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഗ്രൗഡർ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലായ പ്രൊഫസറാട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നീ ഇവിടെ നമ്മുടെ ട്രെയിനിങ് ഫെസിലിറ്റിയിലായിട്ട് ചെല്ലി, അവിടെ നമ്മുടെ പ്രൊഫസേഴ്സ് ഒക്കെ ഉണ്ട്, അവർ നിന്നെ പ്രൊട്ടക്ട് ചെയ്താലോ, അവർ നല്ലവർ തന്നെയാണ്. കർട്ടസ് നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ല? ബാക്കിയുള്ള DC ഓഫീസേഴ്സ് ഒക്കെ എന്ത്? ഡോറയും ഫ്രെയും ഇപ്പോഴും അകത്ത് തന്നെയാണ്. അകത്തോ? അതെന്ത് പറ്റി? ഞങ്ങളവിടെ ട്രാപ്പിൽ പോയി വീണ്. ഞങ്ങളവിടെ ട്രാപ്പിൽ പോയി വീണ് അവർ രണ്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റിയത്. അല്ല, അപ്പോൾ ആർത്തറോ ടെസിയോ അവർ തിരിച്ചു വന്നോ? ഇല്ലില്ല, അവർ രണ്ടുപേരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ. പിന്നെ സ്റ്റുഡൻറ് കൗൺസിൽ ഓക്കെയാണ്. ഭാഗ്യം. അല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യും?
അതെനിക്ക് പറഞ്ഞൂടാ. എന്തായാലും ഇപ്പം ജീവനോട് ഇരിക്കാൻ നോക്കണം, ബാക്കിയുള്ള സോൾജേഴ്സ് വരുന്നവരെ. ഒന്നെങ്കിൽ ചിലപ്പോൾ ലാൻസെങ്കിലും വരുമെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവൻ നമ്മുടെ കാത് പൊത്തുന്നത്. അതായിട്ട് ഒരു മൈക്കിൽ കൂടെ ആയിരുന്നു. അവൻ പറഞ്ഞിട്ട് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൈറസ് അക്കാഡമിയിലുള്ള എല്ലാവരോടും എനിക്കിത് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് വരൂ. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പെറ്റ്സ് നിങ്ങളെ ആരെ ഉപദ്രവിക്കുന്നതല്ല. പിന്നെ സെറിമണി തുടങ്ങാനും ടൈം ആയിരിക്കുന്നു. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ആരും അത് മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഈ സമയത്ത് പുറത്തുള്ളവർ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് എൻ്റെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റത്തില്ലേ? എന്നോട് ക്ഷമിക്കും, പക്ഷേ ഇപ്പോൾ ആർക്കും തന്നെ അത് പോകാൻ പറ്റുന്നില്ല. ബാരിയർ ക്ലോസ് ആണ്. അത് മാത്രമല്ല എക്സ്പേർട്സ് ആട്ടെ അത് തപ്പുന്നുണ്ട്. അല്ല ഇത് തുറക്കാനായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയോ? ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങളുടെ കയ്യിരിക്കുന്ന ആർട്ടിഫാക്ട്സ് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കോപ്പ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിനക്കൊന്നും വേറെ ഒരു മാർക്കും ഇല്ലേ? മാർക്കം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടിയത് തന്നെ കിട്ടണം, അല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ല ലാൻസിന് ട്രൈ ചെയ്തില്ല, ലാൻസൊക്കെ അപ്പുറത്ത് ആ കോണ്ടിനെന്റിന്റെ പ്രശ്നമില്ലേ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ കോണ്ടിനെ ഒന്ന് മിണ്ടാതിരിക്കും. ഇപ്പം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, നമുക്ക് ബാക്കിയുള്ളവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ നോക്കും. ഈ സമയത്ത് ആ ഒരു ഓഫീസറാട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷീൽഡിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞിട്ട്, കോപ്പ് ഞങ്ങൾ അധികം ഒന്നും താമസിക്കാതിരുന്നാൽ മതിയായിരുന്നു. എജിയും കാറ്റസും കൂടെ അവിടെ കൂടെ നടക്കുമായിരുന്നു. ആ സമയത്ത് അവിടെ എല്ലാവരും അവിടെ വേദനിച്ചൊക്കെ കിടക്കുവാണ്. കാര്യം അവർക്ക് എല്ലാവർക്കും നല്ല പരക്കമുണ്ട്. എലിജ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്കി, ഞാൻ പോയി ബാക്കിയുള്ള DC മെമ്പേഴ്സിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഈ ടൈമിൽ തന്നെ അവിടെ ജീവനോടുമാരിടുന്ന കുറേ കൂട്ടുകാരെ കാണാൻ സാധിക്കും. പെട്ടെന്നാണ് അവിടെ ഒരു സാധനം ശ്രദ്ധിക്കുന്നത്. അവിടെ എലിജേട്ട പതുക്കെ അവിടേക്ക് നടക്കുകയും ചെയ്യും. പെട്ടെന്ന് വീണ്ടും ഒരു വലിയൊരു ശബ്ദം വരും. ആ സമയത്ത് തന്നെ ഒരുത്തനാട്ടെ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇവിടേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അല്ല നീ എന്ത് ചെയ്യാണ്? ഞങ്ങളെ മര്യാദക്ക് വെറുതെ വിടാൻ നോക്ക്, നീ എന്തുവാണ് ചെയ്യുന്നത്? അത് കൊള്ളാം, നിങ്ങൾക്കൊന്നും കാര്യത്തിൻ്റെ ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ? ഒരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്ത് മുമ്പിലേക്ക് എറിയുന്നുണ്ട്. അതായിട്ട് തെറിച്ച് ആ പിള്ളേരുടെ ഫ്രണ്ടിൽ വന്ന് വീഴുകയും അവരെല്ലാവരും പേടിച്ച് ബാക്കിലേക്ക് ഓടാനും തുടങ്ങും. കാര്യം അത് നമ്മുടെ DC മെമ്പറായിട്ടുള്ള നമ്മുടെ ഡോറയുടെ തലയായിരുന്നു. ഇത് കണ്ട ഏജ് നേരെ ബാക്കിലേക്ക് വീണിട്ടുണ്ട്. അവനാട്ടെ പെട്ടെന്ന് ഛർദ്ദിക്കുകയും ചെയ്യും. അവൻ പറയുന്നുണ്ട്, അതവളാണോ? പെട്ടെന്ന് തീയോടേക്ക് വരുന്നുണ്ട്. നായെ നീ എന്തുവാണ് ചെയ്തെന്ന് പറഞ്ഞുണ്ട് അവനട്ടെ ഡോറയുടെ അവിടെ വന്നിരുന്ന് കാര്യമാണ്. ഡോറ ഇത് നിനക്ക് എന്ത് പറ്റി? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എടാ നായെ പേടിത്തൊണ്ട, നീ ബാരിയറിന്റെ പുറകിൽ ഒളിച്ചിരിക്കുവാണാ? വാ നേരിട്ട് വാ, ഞാൻ നീയായിട്ട് ഫൈറ്റ് ചെയ്യാം. അത് കൊള്ളാലോ, എന്നെ പേടിത്തൊണ്ടാന്നോ? അങ്കിളൊന്ന് കാണണമല്ലോ ഈ മൈറ്റി ഡ്രാനീവിനെ. ഒരു പേടിത്തൊണ്ടാന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ നമ്മുടെ തിയോനെ വലിച്ച് അകത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷെ തിയോ ആയിട്ട് തെറിച്ച് പോകുന്നുണ്ടെങ്കിലും തന്നെ ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്ത് അവൻ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ നീ ചാകൂടാന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ ഓടി വരികയും മുകളിലേക്ക് ചാടി ഒരു മാസീവ് ഒരു അറ്റാക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കണ്ട എല്ലാവരും പറയുന്നുണ്ട്, ആ ഒരു അറ്റാക്ക് അവൻ ഒരിക്കലും സർവേ ചെയ്യുന്നതല്ല. അതെങ്ങനെ പോലും പ്രൊഫസേഴ്സിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ട് നമ്മുടെ വിജയമാണെന്ന് പറയുന്നിടത്ത് പിന്നെ കാണിക്കുന്നത് കാലൊടിഞ്ഞ് താഴെ കിടക്കുന്ന നമ്മുടെ തിയോനാണ്. അവന് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവൻ വന്ന് പറയുന്നുണ്ട്, അല്ല തീർന്നു പോയോ? ഞാനോർത്ത് നിനക്ക് ഞാനോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമുണ്ടെന്ന്. അല്ല നിന്റെ മുഖത്ത് കുറച്ച് ചോരയുണ്ടല്ലോ, അത് ഞാനിപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ തീവനിട്ട് അവനങ്ങോട്ട് കത്തിക്കുന്നുണ്ട്. കരിഞ്ഞു പോയി അവൻ്റെ ശരീരം. ഇപ്പം ശരിക്കും നൈസ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ആരും പേടിക്കേണ്ട കേട്ടോ, അവനെപ്പോഴും ജീവനോടെ ഉണ്ട്. നിങ്ങളെന്തായാലും ആരും പേടിക്കേണ്ട കാര്യമില്ല. അല്ല നമ്മളെന്തായാലും മെയിൻ ഇവന്റിലേക്ക് കടക്കുവാണെന്ന് പറഞ്ഞു. ആ ടൈമിൽ തന്നെ അവരുടെ കൂടെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ എലിസിനെ ഡാസിനൊക്കെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടെന്ന്. ആ കൂട്ടത്തിൽ നമ്മുടെ ഫ്രെയും ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു എലീജൊക്കെ ദേഷ്യം വന്നത്. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അതങ്ങനെ വന്നുകൂടാ. കാര്യം മറ്റൊന്നുമല്ലായിരുന്നു, ലൂക്കാസ് ആട്ടെ നമ്മുടെ ടെസിനെ വലിച്ചഴിച്ചുകൊണ്ട് അവിടേക്ക് വരുമായിരുന്നു. ഡോറയുടെ മരണം, തീയുടെ ഈ ഒരു അവസ്ഥ, ഇതെല്ലാം കാണുന്നിടത്ത് കർട്ടസിന് അവൻ്റെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ നമ്മുടെ ക്ലാരിയായിട്ട് അവനെ പിടിച്ചു വെക്കുമായിരുന്നു. അവൻ പറയുന്നുണ്ട്, കർട്ടസ് നീ ബഹളം ഉണ്ടാക്കില്ലേ, ഞാനൊന്നെ കൊല്ലും. കർട്ടസ് ഒന്ന് വെയിറ്റ് ചെയ്യടാ, നിനക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ നിനക്കും ആകുന്നതായിരിക്കും. അപ്പോൾ നീ എന്താണ് പറയുന്നത്? അവരെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളിവിടെ വെറുതെ നിൽക്കണമെന്നോ? പെട്ടെന്നായിരുന്നു ക്യാറ്റിലും വന്ന് അവൻ്റെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ബ്രദർ ഒന്ന് അടങ്ങി നിൽക്കും, നിനക്കറിയാല നിനക്ക് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നീ ഇപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കുന്നതാണ്, ഒന്ന് മനസ്സിലാക്ക്. എന്നോട് ക്ഷമിക്ക്, അതെനിക്കറിയാം. ആ ടൈമിൽ തന്നെ ഫ്രേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഇരിക്കുമായിരുന്നു. നമ്മുടെ ടെസീനാട്ടെ ലൂക്കാസ് അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കാണാൻ നേരത്ത് എലിജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ സ്കൂളിലുണ്ടാകേണ്ട കാര്യമില്ല, എന്തുകൊണ്ടാണ് അവൾ ഇവിടേക്ക് വന്നത്? പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്താൽ അവൻ നേരെ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, അല്ല ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമായി. എൻ്റെ പേര് ഡ്രാൻ ഇവ് എന്നാണ്.
ഞാൻ വരുന്നത് കുറച്ച് അകലേന്നാണ്, നിങ്ങൾക്കൊന്നും കേട്ട് കാണാൻ വഴിയില്ല. അതുമാത്രമല്ല എൻ്റെ സ്ഥലത്ത് ഈ വീക്കായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും തെറ്റായൊരു കാര്യം. നിങ്ങളെല്ലാവരും, അതായത് ഇവിടെയുള്ള ഈ പ്രൊഫസേഴ്സും ബാക്കിയുള്ളവരെല്ലാവരും ഇവിടുത്തെ എലൈറ്റ്സ് എന്നല്ലേ പറയുന്നത്. പക്ഷേ എൻ്റെ നാട്ടിൽ നീയും 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 എല്ലാവരും വെറും കുപ്പ മാത്രമാണ്. അത്ര മാത്രം വേർത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. പിന്നെ എൻ്റെ ലോഡും ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ രാജാക്കന്മാരാകാൻ നേരത്ത് നിങ്ങൾക്കും ഈ കിങ്ഡത്തിൽ ചെറിയൊരു സ്ഥാനം നൽകുന്നതാണ് കേട്ടോ. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഒക്കെ വേണ്ടേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ വേണ്ടേ. സോ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ലൂക്കിയ മുന്നിലേക്ക് വരും. ഈ ടൈമിൽ ലൂക്കസ് ആട്ടെ നമ്മുടെ സിൽവിനെ വിളിച്ചിട്ട് മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയും ദി മൈറ്റി DC ഓഫീസേഴ്സ് ആൻഡ് ദി ജെന്യുവൻ ലിറ്റിൽ എൽഫ് പ്രിൻസസ്. അവർക്ക് പോലും എൻ്റെ ഫ്രണ്ടിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ലൂക്കസ് നായെ, നിന്നെ ഞാൻ കൊല്ലുകടാന്ന് പറഞ്ഞുകൊണ്ട് എലിജേട്ട അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നമ്മുടെ ലൂക്കസ് കാണുന്നിടത്ത്, ഓ നീ ഇവളെ പറ്റിയാണോ പറഞ്ഞത്, ഇവൾക്ക് നല്ല മണമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്നിടത്ത് നമ്മുടെ എലിജേട്ട ആ ഒരു മൈൻഡ് തന്നെ മാറിപ്പോ. നമ്മൾ ആദ്യമായിട്ടാണ് എലിജിനെ ഇത്രയധികം ദേഷ്യത്തിൽ കാണുന്നത്. അവൻ്റെ മനസ്സിലേക്ക് ഒരേ ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ, കൊല്ലണം, അവരെല്ലാവരെയും കൊല്ലണം. ഇതാട്ടെ ആ ഒരു കൾപ്രട്ടിൻ്റെ ലീഡർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എലിജയുടെ ചുറ്റും പെട്ടെന്ന് ഒരു ഡാർക്ക് സ്മോക്ക് വന്നു കൂടും. അവൻ പറയുന്നുണ്ട്, എനിക്കിതെന്താണ് സംഭവിക്കുന്നത്. പെട്ടെന്നായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എലിജ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ ടൈമിൽ തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്, ഒന്ന് നിർത്തിക്കേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കുന്നു. കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കും. ഈ സമയത്ത് കുറേയധികം ഡീമൺസ് അവനെ കൊല്ലാനും വരുന്നുണ്ടെങ്കിലും വളരെ നിസ്സാരമായി തന്നെ നമ്മുടെ എലിജ അതുങ്ങളെ എല്ലാവരും സ്റ്റാബ് ചെയ്ത് കൊന്നുകളയും. എന്നിട്ട് ഒരു വിയർഡായിട്ടുള്ള ഒരു സ്മൈലും ചിരിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് പോകും. എന്നിട്ട് പറയും എനിക്കറിഞ്ഞൂടെ എനിക്കെന്താണ് സംഭവിക്കണമെന്ന്, പക്ഷേ ഇതത്ര നല്ലതായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ശരിക്കും ആരാണ് എനിക്ക് അറിഞ്ഞൂടല്ലോ. ആ ടൈമിൽ തന്നെ കുറേയധികം പേര് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡാൻഡ്രിയ ഉണ്ടല്ലോ അവനെല്ലാവരെയും തടയുന്നുണ്ട്. ഈ ടൈമിൽ അവൻ്റെ ആരോഗ്യമൊക്കെ തീർന്ന് അവൻ നേരെ താഴത്തേക്ക് മുട്ടുകുത്തുന്നുണ്ട്. എന്നിട്ട് പറയും കോപ്പ്, എനിക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ലൂക്കസിനെ കൊല്ലാവുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ലൂക്കസിനെ നേരെ ഒരു അറ്റാക്ക് ചെയ്യേ. ലൂക്കസ് അത് ജസ്റ്റ് മിസ്സിന് ഡോഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ടൈമിൽ തന്നെ അവൻ്റെ ഫുൾ പവർ തീർന്ന് എലിജ നേരെ താഴത്തേക്ക് വീഴാൻ പോകുവാണ്. പക്ഷേ അവൻ്റെ ശരീരം താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അവൻ വന്ന് എലിജനെ എടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര സഹതാപോ സങ്കടം തോന്നിയതാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ആർത്തർ, നീ ഇതെവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.